Hi friends, എല്ലാവർക്കും Anviya Kitchenലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരി വെച്ചിട്ടുള്ള ചോറ് കൊണ്ടാണ് നമ്മൾ വട ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അധികം വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല. ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത്, അരിപ്പൊടിയിൽ നമുക്ക് ഉണ്ടാക്കാം. സബോള, ഒരു സബോള എടുത്തിട്ടുണ്ട്. ഇഞ്ചി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് മതി. നമുക്കിനി ഈ ചോറ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ചോറ് ഇതേ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ചോറ് അരച്ചെടുത്തിട്ടില്ല, നമുക്ക് ചോറൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. സബോള ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച്, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, കറിവേപ്പില, ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇത് അരിപ്പൊടിയിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു കളറിനൊക്കെ. നന്നായി മിക്സ് ചെയ്തതാണിത്. നമുക്കിതിനൊരു അരമണിക്കൂർ വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞു. നന്നായി മിക്സായി നല്ല യോജിച്ചൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ വെളിച്ചെണ്ണ ഒഴിക്കാം. പാൻ നന്നായി ചൂടാവട്ടെ കേട്ടോ. നമുക്ക് വടര രൂപമാക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് ഇതേപോലെ ഷേപ്പാക്കി എടുക്കാം. നമുക്കിനി അത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം, രണ്ട് സൈഡും ഒരേപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. രണ്ട് സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.